ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 29 ഡിസംബർ 2025 നടന്ന ജൂനിയർ ടൈം കീപ്പർ സെയിൽസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് നടന്ന PSC എക്സാമിൽ മേസിൽ നിന്ന് ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് താഴെ നൽകുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. First question. A man rides his bicycle to work at a speed of 10 km per hour but arrives 6 minutes late. After increasing his speed to 12 km per hour, he arrives 6 minutes early. What is the distance from his house to his office? Option A 6 km, Option B 7 km, Option C 12 km ആൻഡ് ഓപ്ഷൻ ഡി 16 കിലോമീറ്റർ. അപ്പോൾ ഇതൊരു സ്പീഡ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ മാൻ റൈഡ്സ് ഹിസ് ബൈസൈക്കിൾ ടു വർക്ക് അറ്റ് എ സ്പീഡ് ഓഫ് 10 കിലോമീറ്റർ പെർ അവർ ബട്ട് അറൈവ്സ് 6 മിനിറ്റ് ലേറ്റ്. ഒരാൾ തൻ്റെ ബൈസൈക്കിളിൽ മണിക്കൂറിൽ 10 കിലോമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ അയാൾ 6 മിനിറ്റ് ലേറ്റായി അവിടെ എത്തുന്നു. ആഫ്റ്റർ ഇൻക്രീസിങ് ഹിസ് സ്പീഡ് ടു 12 കിലോമീറ്റർ പെർ അവർ ഹി അറൈവ്സ് 6 മിനിറ്റ് ഇയർലി. അയാൾ തൻ്റെ വേഗത 12 കിലോമീറ്റർ പെർ അവർ ആക്കിയപ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് ഓഫീസ്? അങ്ങനെയെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വ്യക്തി തൻ്റെ ബൈസൈക്കിൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്നു. അയാൾ 10 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 6 മിനിറ്റ് ലേറ്റായി എത്തുന്നു. അയാൾ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 6 മിനിറ്റ് ലേറ്റായി എത്തേണ്ട സമയം എത്രയാണോ അതിൽ നിന്നും 6 മിനിറ്റ് ലേറ്റായാണ് എത്തുന്നത്. പക്ഷേ അയാൾ 12 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോയപ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. അങ്ങനെയെങ്കിൽ ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഫോർമുല അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇങ്ങനെ തന്നിരുന്നാൽ ഡിസ്റ്റൻസിനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന സ്പീഡുകളെ തമ്മിൽ ഗുണിക്കുക. ഇപ്പോൾ S1 S2 ആണെങ്കിൽ S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T ആണ് ഫോർമുല. റൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം S1 S2 രണ്ട് വേഗതകളാണ്. ആദ്യം എഴുതി നോക്കാം. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ S1 S2 അതായത് 10ഉം 12ഉം 10 ഇൻറ്റു 12. താഴെ ഡിനോമിനേറ്റർ എഴുതാനുള്ളത് S1 മൈനസ് S2 അതായത് ഡിഫറൻസ് നോക്കിയാൽ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു T എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ആണ്. അതായത് രണ്ട് വേഗതയിൽ പോയപ്പോൾ ടോട്ടൽ എത്ര ടൈമിൻ്റെ വ്യത്യാസം വന്നു? അയാൾ 10 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോയപ്പോൾ അയാൾ എത്ര താമസിച്ചെത്തി? 6 മിനിറ്റ് താമസിച്ചെത്തി. അതായത് എത്തേണ്ട സമയത്തിൽ നിന്നും 6 മിനിറ്റ് താമസിക്കുന്നു. അതേസമയം അയാൾ 12 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോയപ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. അതായത് എത്ര മണിക്കാണ് എത്തുന്നത്? അതായത് 6 മിനിറ്റ് മുൻപേ. അപ്പോൾ ഈ രണ്ട് സമയത്തുള്ള വ്യത്യാസം എത്രയാണ്? 6ഉം 6ഉം 12 മിനിറ്റാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 1 മണിക്ക് എത്തണം, 1 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതാണ്. അയാൾ 10 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോയപ്പോൾ 6 മിനിറ്റ് ലേറ്റായി. അതായത് 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് അഡീഷണൽ എടുത്തു. അടുത്തെന്താണ് പറയുന്നത്? 12 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പോയപ്പോൾ 6 മിനിറ്റ് മുൻപേ എത്തി. അതായത് ഇപ്പോൾ 1 മണിക്കാണ് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്തിയത് 12:54 അപ്പോൾ രണ്ട് ടൈമിലുള്ള ഡിഫറൻസ് എത്രയാണ്? 12 മിനിറ്റ്. അതായത് 12:54 1 6 1 മണി 6 മിനിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6 6 12. അപ്പോൾ 12 എഴുതുക. പക്ഷേ 12 എന്നുള്ള മിനിറ്റാണ്. നമുക്ക് ഈ ഫോർമുല ആവശ്യം അവറാണ്. അപ്പോൾ അതിനെ അവറിലാക്കാൻ, മിനിറ്റിനെ മണിക്കൂറിലാക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 60. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 10 × 12 എത്രയാണ്?
120. 120 60 ക്യാൻസൽ ചെയ്യാമല്ലോ. 60 60 ഒരു പ്രാവശ്യം, 120 60 2 പ്രാവശ്യം. രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റിമൈനിങ് വരുന്നത് 12. 12 എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ള എന്താണ്? ഫോർമുലയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് 2 വ്യത്യസ്ത വേഗത തന്ന് ഇപ്പോൾ അയാൾ താമസിച്ചെത്തി, നേരത്തെ എത്തി, ഇങ്ങനെ തന്നിരുന്നാൽ ഫോർമുലയാണ്, ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ 8 liter mixture, the ratio of acid to water is 3:2. If the desired ratio of acid to water is changed to 2:3, how much water in liters needs to be added to the mixture? Option A 35, option B 40, option C 50 and option D 45. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ 80 liter mixture, the ratio of acid to water is 3:2. ഒരു മിശ്രണം തന്നിട്ടുണ്ട്. അത് ടോട്ടൽ 80 ലിറ്ററാണ്. അതിൽ ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം പറയുന്നത് 3:2 ആണ്. ഇഫ് ദ ഡിസൈഡ് റേഷ്യോ ഓഫ് ആസിഡ് ടു വാട്ടർ ഈസ് ചേഞ്ച്ഡ് ടു 2:3, ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് നീഡ്സ് ടു ബി ആഡഡ് ടു ദ മിക്സ്ചർ? ഈ ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം 2:3 എന്ന് ആക്കണമെങ്കിൽ ഇതിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 80 ലിറ്റർ മിശ്രിതമുണ്ട്. മിശ്രിതം എന്ന് പറയുമ്പോൾ അതിൽ ആസിഡുമുണ്ട് വാട്ടറുമുണ്ട്. 80 ലിറ്ററിൽ ആസിഡും വാട്ടറും തമ്മിലുള്ള അംശമെന്ന് പറയുന്നത് 3:2 ആണ്. ഈ 3:2 എന്നുള്ള അംശബന്ധം 2:3 എന്ന് ആക്കണമെങ്കിൽ ഇനി അഡീഷണലായിട്ട് എത്ര വാട്ടർ ഇതിൽ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ മിക്സ്ചർ എന്ന് പറയുന്നത് 80 ലിറ്റർ. അവയുടെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ 3:2 എന്ന് നമുക്ക് എന്താ അറിയാം? ടോട്ടൽ 80 ലിറ്റർ, ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം 3:2. അപ്പോൾ ആസിഡ് എത്രയാണ്? അതായത് ടോട്ടൽ 5 ഭാഗങ്ങളായി 3+2, അതായത് 5 ഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ, അതായത് ടോട്ടൽ മിശ്രിതത്തെ 5 ഭാഗമായി തുല്യമായി വേർതിരിച്ചാൽ അതിൽ 3 ഭാഗം ആസിഡും 2 ഭാഗം വാട്ടറുമാണ്. അപ്പോൾ 3+2 5, 80/5 എത്രയാണ്? 16. അപ്പോൾ 1 എന്ന് പറയുന്നത് 16 ആണ്. 3 എന്ന് പറയുന്നത് എത്രയാണ്? 48. അതായത് 48 ലിറ്റർ ആസിഡുണ്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 2 × 16, അതായത് 32 ലിറ്റർ വാട്ടറും ഉണ്ട്. അപ്പോൾ നിലവിലുള്ളത്, അതായത് ഈ 80 ലിറ്ററിൽ 48 ലിറ്റർ ആസിഡും 32 ലിറ്റർ വാട്ടറുമാണ്. പുതുതായി നമുക്ക് ലഭിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. എങ്കിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആസിഡ് റിമൈനിങ് സെയിം, ആസിഡ് എത്രയാണോ ഇപ്പോൾ ഉള്ളത് അത്ര തന്നെ ആയിരിക്കണം, അതായത് 48 ലിറ്റർ. അപ്പോൾ 48 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് 24, റൈറ്റ്? അതിൻ്റെ 3 മടങ്ങാവണം 2 ലിറ്റർ, റൈറ്റ്? അതായത് ഈ മിശ്രിതത്തിൽ ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം 2:3 ആകണമെങ്കിൽ വാട്ടർ എത്ര ലിറ്റർ വേണം? 72 ലിറ്റർ വേണം. നേരത്തെ ഉണ്ടായിരുന്നത് 32 ലിറ്റർ, പുതുതായിട്ട് വേണ്ടത് 72 ലിറ്റർ. 72 ലിറ്റർ വേണമെങ്കിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണം? അതായത് 40 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഉള്ള മിശ്രിതത്തിൽ ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം 2:3 ആകണമെങ്കിൽ 40 ലിറ്റർ വാട്ടർ ഇതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആയിരിക്കും ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും കാൽക്കുലേഷൻ ചെയ്യുന്നില്ല.
അതിൽ തന്നിട്ടുള്ള എന്താണ്, ആസിഡും വാട്ടറും തമ്മിലുള്ള അംശബന്ധം 3:2 തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടുപിടിച്ചു 48 ലിറ്റർ ആസിഡുമുണ്ട്, വാട്ടർ 32 ലിറ്ററും. നമുക്ക് അടുത്ത് എന്താണ് കൺവേർട്ട് ചെയ്യാനുള്ളത്? ഈ അംശബന്ധത്തെ 2:3 ആക്കണം. അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന എന്താണ്, വാട്ടർ മാത്രമാണ്. ആസിഡ് എന്ന് പറയുന്നത് 2 ആണ്. 2 48 ലിറ്ററാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ലിറ്റർ. വാട്ടർ 3 മടങ്ങാവണം. അപ്പോൾ 24ൻ്റെ 3 മടങ്ങ് 72. അതായത് പുതിയ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 72 ലിറ്റർ ആയിരിക്കണം. പഴയത് എത്രയായിരുന്നു? 32 ലിറ്റർ. അപ്പോൾ 32 ലിറ്ററിൽ നിന്ന് എത്ര ആഡ് ചെയ്താണ് 72 ആകുന്നത്? 40 ലിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 29 ഡിസംബർ 2025 നടന്ന while Geetu takes 32 days to complete the same task, they all begin working together, but Rahul leaves after 4 days. Suraj exits the project 3 days before it is finished. How long does the entire work take to complete? Option A 9 days, option B 6 days, option C 5 days and option D 8 days. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, രാഹുൽ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 16 ഡേയ്സ്. രാഹുൽ ഒരു വർക്ക് 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സൂരജ് ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 12 5/4 ഡേയ്സ്. സൂരജ് ഇതേ വർക്ക് 12 5/4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വൈൽ ഗീതു ടേക്സ് 32 ഡേയ്സ് ടു കംപ്ലീറ്റ് ദ സെയിം ടാസ്ക്. ഇതേ സെയിം ടാസ്ക് തന്നെ ഗീതു ആണ് ചെയ്യുന്നതെങ്കിൽ 32 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ദേ ആൾ ബിഗിൻസ് വർക്കിംഗ് ടുഗദർ. അവർ 3 പേരും ഒരുമിച്ച് ആ വർക്ക് ആരംഭിക്കുന്നു. ബട്ട് രാഹുൽ ലീവ്സ് ആഫ്റ്റർ 4 ഡേയ്സ്. രാഹുൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജോലി നിർത്തി അവിടെ നിന്ന് പോകുന്നു. സൂരജ് എക്സിറ്റ്സ് ദ പ്രോജക്റ്റ് 3 ഡേയ്സ് ബിഫോർ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സൂരജ് ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ദിവസത്തിനേക്കാൾ 3 ദിവസം മുൻപേ ജോലി നിർത്തി പോകുന്നു. ഹൗ ലോങ് ഡസ് ദ എൻറ്റയർ വർക്ക് ടേക്ക് ടു കംപ്ലീറ്റ്? അങ്ങനെയെങ്കിൽ എൻറ്റയർ വർക്കും കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം എടുത്തു? ഓപ്ഷൻ എ 9 ദിവസം, ഓപ്ഷൻ ബി 6 ദിവസം, ഓപ്ഷൻ സി 5 ദിവസം, ഓപ്ഷൻ ഡി 8 ദിവസം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, രാഹുൽ, സൂരജ്, ഗീതു ഇങ്ങനെ 3 വ്യക്തികളുണ്ട്. രാഹുൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 ദിവസം എടുക്കും. അതേ ടാസ്ക് സൂരജ് 12 ദിവസവും പിന്നെ ഒരു ദിവസത്തിൻ്റെ 5/4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ആളായ ഗീതു ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 32 ദിവസം എടുക്കും. അവർ 3 പേരും ഒരുമിച്ച് ഈ വർക്ക് ആരംഭിക്കുന്നു. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ ഈ ജോബ് നിർത്തിയിട്ട് പോകുന്നു. ബാക്കിയുള്ള ജോലി സൂരജും ഗീതുവും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസത്തിന് 3 ദിവസം മുൻപേ സൂരജ് വർക്ക് നിർത്തി പോകുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. രാഹുൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 16 ദിവസം. സൂരജ് ആണെങ്കിൽ 12 5/4 ദിവസം. ഗീതു ആണെങ്കിൽ 32 ദിവസം. നമുക്കറിയാം, ടൈം ആൻഡ് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 2 മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർമുല യൂസ് ചെയ്തും 2 LCM മെത്തേഡ്. അപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ കൂടുന്നതനുസരിച്ച് ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് LCM മെത്തേഡ് യൂസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണ്? 16 12 5/4 32. അപ്പോൾ ആദ്യം ഇതിൽ നോക്കുമ്പോൾ സൂരജ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ദിവസം എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ നമ്പറാണ്, റൈറ്റ്? 12 5/4 ദിവസം. അതിനെ നമുക്ക് പോയിൻ്റ് നമ്പറാക്കി നോക്കാം. പോയിൻ്റ് നമ്പറാക്കുകയാണെങ്കിൽ 5/4 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.8, അതായത് 12.8, റൈറ്റ്? അതായത് സൂരജ് വർക്ക് കംപ്ലീറ്റ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 12.8 ദിവസം എന്ന് പറയാം നമുക്ക്. ഇനി നമുക്ക് ഈ പോയിൻ്റ് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 നമ്പറിനെയും 10 കൊണ്ട് ഗുണിക്കാം, റൈറ്റ്? അപ്പോൾ രാഹുൽ
എത്രയാവും? രാഹുൽ വർക്ക് എടുക്കുന്ന ദിവസം 160 റൈറ്റ്. സൂരജിൻ്റെത് ആ പോയിൻ്റ് മാറി കിട്ടും, 128 ഗീതുവിൻ്റെത് 320 ഇനി നമ്മൾ നോർമൽ കേസിൽ ചെയ്യുന്ന പോലെ തന്നെ, LCM മെത്തേഡിൽ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അടുത്ത് കാണാനുള്ളത്? LCM കാണുക. അതായത് LCM എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക്. അപ്പം LCM എന്ന് പറയുന്നത് 160, 128, 320 ഇവയുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? LCM 640. 32.8ൻ്റെയും 32ൻ്റെ ആയിരുന്നു റൈറ്റ്. അപ്പോൾ അതിൻ്റെ LCM കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ LCM ഇന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അതായത് 64, അതായത് LCM 64 റൈറ്റ്. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 64. രാഹുൽ ചെയ്യുന്നത് 4, ഒരു ദിവസം ചെയ്യുന്നത് 4. സൂരജ് ഒരു ദിവസം ചെയ്യുന്നത് 5. ഗീതു ഒരു ദിവസം ചെയ്യുന്നത് 2 റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ആകെ 4 ദിവസമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ രാഹുലിൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 4 × 1 ഡേയ്സ് വർക്ക്, അതായത് ഒരു ദിവസം അയാൾ 4 വർക്ക് ചെയ്യും. അപ്പം 4 × 4 പ്ലസ് അടുത്ത രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സൂരജ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ദിവസത്തിന് 3 ദിവസം മുൻപേ ജോലി നിർത്തി പോകുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ദിവസം X എന്ന് എടുക്കുകയാണെങ്കിൽ സൂരജ് വർക്ക് ചെയ്തത് X-3 ആയിരിക്കും. X-3 ഡേയ്സാണ് വർക്ക് ചെയ്തത്. ഒരു ദിവസം അയാൾ ചെയ്യുന്ന വർക്ക് നമുക്കറിയാം 5 റൈറ്റ്. അപ്പോൾ X-3 × 5 പ്ലസ് അടുത്തെന്ന് പറയുന്നത് ഗീതു ആണെങ്കിൽ ഫ്രം ദ ബിഗിനിങ്, ആ വർക്കിൻ്റെ ബിഗിനിങ് മുതൽ ലാസ്റ്റ് വരെയുണ്ട്, ലാസ്റ്റ് ഡേ വരെ ഗീതു വർക്ക് ചെയ്യുന്നു. അതായത് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് X ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ X × 1 ഡേയ്സ് ഗീതൂസ് വർക്ക് എന്ന് പറയുന്നത് 2 അപ്പം X × 2 ഇതെന്തിന് ഈക്വലാണ്? ടോട്ടൽ വർക്കായ 64 ഈക്വലാണ് റൈറ്റ്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 4 × 4 16. അപ്പോൾ 5 കൊണ്ട് ബ്രാക്കറ്റ് ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × X. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 29 ഡിസംബർ 2025 നടന്ന ജൂനിയർ ടൈം കീപ്പർ സെയിൽസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് നടന്ന PSC എക്സാമിൽ മേത്സിൽ നിന്ന് ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് താഴെ നിൽക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. First question. A man rides his bicycle to work at a speed of 10 km per hour but arrives 6 minutes late. After increasing his speed to 12 km per hour, he arrives 6 minutes early. What is the distance from his house to his office? Option A 6 km, Option B 7 km, Option C 12 km and Option D 16 km. അപ്പോൾ ഇതൊരു സ്പീഡ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ മാൻ റൈഡ്സ് ഹിസ് ബൈസൈക്കിൾ ടു വർക്ക് അറ്റ് എ സ്പീഡ് ഓഫ് 10 km per hour ബട്ട് അറൈവ്സ് 6 minutes ലേറ്റ്. ഒരാൾ തൻ്റെ ബൈസൈക്കിളിൽ മണിക്കൂറിൽ 10 കിലോമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ അയാൾ 6 മിനിറ്റ് ലേറ്റായി അവിടെ എത്തുന്നു. ആഫ്റ്റർ ഇൻക്രീസിങ് ഹിസ് സ്പീഡ് ടു 12 km per hour ഹി അറൈവ്സ് 6 minutes early. അയാൾ തൻ്റെ വേഗത 12 km per hour ആക്കിയപ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് ഓഫീസ്? അങ്ങനെയെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വ്യക്തി തൻ്റെ ബൈസൈക്കിൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്നു. അയാൾ 10 km per hour വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 6 മിനിറ്റ് ലേറ്റായി എത്തുന്നു. അയാൾ മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 6 മിനിറ്റ് ലേറ്റായി, എത്തേണ്ട സമയം എത്രയാണോ അതിൽ നിന്നും 6 മിനിറ്റ് ലേറ്റായാണ് എത്തുന്നത്. പക്ഷേ അയാൾ 12 km per hour വേഗത്തിൽ പോയപ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു. അങ്ങനെയെങ്കിൽ
ഓഫീസും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഫോർമുല അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഇൻറ്റു രാഹുലിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ 4 ഇൻറ്റു 4ആണ് രാഹുലിൻ്റെ വർക്ക്. സൂരജ് എന്ന് പറയുന്നത് സൂരജ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപേ നിർത്തി പോകുന്നു. അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ദിവസം എക്സ് എന്ന് എടുത്താൽ x-3 ഡേയ്സാണ് സൂരജ് വർക്ക് ചെയ്തത്. അപ്പോൾ x-3 ഇൻറ്റു ഒരു ദിവസത്തെ വർക്ക് 5 ആണ്. പ്ലസ് ഗീതു ആണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് മുതൽ അറ്റ് എൻഡ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് എക്സ് ഡേയ്സും ഗീതു വർക്ക് ചെയ്തു. അപ്പോൾ എക്സ് ഇൻറ്റു ഗീതുവിൻ്റെ ഒരു ദിവസത്തെ വർക്ക്, അതായത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് അത് എന്തിന് ഈക്വലാണ്? നമ്മൾ ടോട്ടൽ വർക്ക് 64 ഈക്വലാണ്. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയാണ് എക്സ് എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. അതായത് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ എടുത്ത സമയം എന്ന് പറയുന്നത് 9 ഡേയ്സ് ആണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ജിയോമെട്രിക് ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ റെക്ടാങ്കുലർ പ്ലോട്ട് ദ ബ്രെഡ്ത്ത് ഈസ് 1/3 ഓഫ് ദ ലെങ്ത്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് ഈസ് 320 മീറ്റേഴ്സ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലോട്ട്? ഓപ്ഷൻ എ 80 മീറ്റർ, ഓപ്ഷൻ ബി 240 മീറ്റർ, ഓപ്ഷൻ സി 160 മീറ്റർ, ഓപ്ഷൻ ഡി 120 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ റെക്ടാങ്കുലർ പ്ലോട്ട് ദ ബ്രെഡ്ത്ത് ഈസ് 1/3 ഓഫ് ദ ലെങ്ത്. ഒരു ചതുരാകൃതിയുള്ള വസ്തു നോക്കുമ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് അതിൻ്റെ നീളത്തിൻ്റെ 1/3 ആണ്. ഒരു ചതുരാകൃതിയുള്ള പ്ലോട്ടുണ്ട്, അതിൻ്റെ വീതി എന്ന് പറയുന്നത് നീളം എത്രയാണോ അതിൻ്റെ 1/3 ആണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് ഈസ് 320 മീറ്റർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലോട്ട്? ആ പ്ലോട്ടിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് 320 മീറ്റർ ആയാൽ ആ പ്ലോട്ടിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. തന്നിട്ടുള്ള എന്താണ്? ബ്രെഡ്ത്ത് 1/3 ആണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് കിട്ടും? ലെങ്ത് ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങാണ്. കൂടാതെ നമുക്കറിയാമെന്നുള്ളതാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 2 നീളം സൈഡുകളെയും 2 വീതിയായിട്ടുള്ള സൈഡുകളെയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. അതായത് 2 ലെങ്ത് 2 ബ്രെഡ്ത്തും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്. അതായത് എൽ പ്ലസ് ബി ഇൻറ്റു 2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ പ്ലസ് ബി ഇൻറ്റു 2 ഇതെന്തിന് ഈക്വലാണ്? 320. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് 3b പ്ലസ് ബി അതുപോലെ എഴുതി ഇൻറ്റു 2 ഈക്വൽ ടു 320 മീറ്റർ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആഡ് ചെയ്യുമ്പോൾ 3b പ്ലസ് ബി 4b ഇൻറ്റു 2 8b എന്ന് കിട്ടും. 8b ഈക്വൽ ടു 320, b ഈക്വൽ ടു 320 ഡിവൈഡ് ബൈ 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40. അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 എന്ന് കിട്ടി. അപ്പോൾ ബ്രെഡ്ത്ത് 40 എന്ന് കിട്ടി. അപ്പോൾ ലെങ്ത് എത്രയായിരിക്കും? നേരത്തെ പറഞ്ഞു ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങാണ് ലെങ്ത്. 40 ഇൻറ്റു 3 അതായത് 120 മീറ്റർ ആയിരിക്കും ആ പ്ലോട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. റൈറ്റ്.